കേരളത്തിലെ സാമൂഹിക സുരക്ഷ പെൻഷൻ, ക്ഷേമനിധി ബോർഡ് പെൻഷൻ എന്നിവയുടെ വിതരണ രീതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ പുതിയ വിതരണ സംവിധാനം നടപ്പിലാക്കുന്നത്. നിലവിൽ സഹകരണ സംഘങ്ങൾ വഴി വിതരണ ഏജന്റുമാർ നേരിട്ട് വീടുകളിലെത്തി പെൻഷൻ തുക കൈമാറുന്ന രീതി പൂർണ്ണമായും നിർത്തലാക്കാനാണ് തീരുമാനം. ഇനി മുതൽ പെൻഷൻ തുക പൂർണ്ണമായും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തുന്ന രീതിയിലേക്ക് മാറും. എന്നാൽ കിടപ്പ് രോഗികളായ ആളുകൾക്ക് ബാങ്കിൽ പോയി തുക കൈപ്പറ്റുവാൻ പ്രയാസമുള്ളതിനാൽ അവർക്കിതിൽ പ്രത്യേക ഇളവുകൾ നൽകുമെന്നാണ് വിവരം. അവരൊഴികെയുള്ള ബാക്കി എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇനി ബാങ്ക് അക്കൗണ്ട് വഴി മാത്രമായിരിക്കും തുക കൈമാറുക. ഈ പുതിയ വിതരണ രീതി ഓണക്കാലത്തിന് ശേഷമായിരിക്കും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുക. കേന്ദ്ര നിർദ്ദേശപ്രകാരം ബാങ്ക് അക്കൗണ്ടുകൾ നിർബന്ധമാക്കുന്നതോടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ നിർബന്ധമായും ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കണം. ഇതുവരെ ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്തവർ ആധാറുമായി ബന്ധിപ്പിച്ച പുതിയ അക്കൗണ്ടുകൾ തുറന്ന് വിവരങ്ങൾ തയ്യാറാക്കി വെക്കേണ്ടതാണ്. പഞ്ചായത്തോ തദ്ദേശ സ്ഥാപനങ്ങളോ ആവശ്യപ്പെടുമ്പോൾ ഈ വിവരങ്ങൾ സമർപ്പിക്കേണ്ടി വരും. എങ്കിലും നിലവിൽ ഗുണഭോക്താക്കൾ ധൃതിപിടിച്ച് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ലെന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾക്കായി കാത്തിരുന്നാൽ മതിയെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഈ പുതിയ തീരുമാനത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വിവിധ മേഖലകളിൽ നിന്ന് അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ക്ഷേമ പെൻഷൻ വിതരണം രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കാനും സഹകരണ സംഘങ്ങൾ കൃത്യമായി സർക്കാരിലേക്ക് പണം തിരിച്ചടക്കാത്ത സ്ഥിതി മാറ്റാനും മരിച്ചവരുടെയും താമസം മാറിയവരുടെയും പെൻഷൻ തുക ബന്ധുക്കൾ തുടർന്ന് കൈപ്പറ്റുന്നത് തടയാനുമാണ് ഈ പുതിയ മാറ്റമെന്ന് സർക്കാർ അനുകൂലികൾ വാദിക്കുന്നു. കൂടാതെ കേന്ദ്ര സർക്കാർ നയമനുസരിക്കുന്നതിലൂടെയും വീട്ടിലെത്തിക്കുന്നതിനുള്ള അധിക ചെലവുകൾ ഒഴിവാക്കുന്നതിലൂടെയും പെൻഷൻ വിതരണം കൂടുതൽ സുതാര്യമാക്കാൻ സാധിക്കുമെന്നും കരുതുന്നു. എന്നാൽ മറുഭാഗത്ത് പെൻഷൻ കൈപ്പറ്റുന്ന ഭൂരിഭാഗവും 60 വയസ്സിന് മുകളിലുള്ളവരായതിനാൽ ബാങ്കിലെത്തി തുക പിൻവലിക്കുന്നത് ഇവർക്ക് ബുദ്ധിമുട്ടാകും എന്ന ആശങ്കയുമുണ്ട്. ATM കാർഡ് ഉപയോഗിച്ച് മക്കളോ ബന്ധുക്കളോ പണം കൈകാര്യം ചെയ്യുന്ന അവസ്ഥ വന്നാൽ അത് യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് പണം ലഭിക്കുന്നതിന് തടസ്സമായേക്കാം. കൂടാതെ കിടപ്പുരോഗികളെ പ്രത്യേകം കണ്ടെത്തുന്നതിലെ സങ്കീർണതകളും എതിർപ്പുകളായി ഉന്നയിക്കപ്പെടുന്നുണ്ട്. കിടപ്പുരോഗികൾക്കും മറ്റടിയന്തര സാഹചര്യമുള്ളവർക്കും നൽകുന്ന ഇളവുകളെക്കുറിച്ച് വ്യക്തമായ രൂപരേഖ പിന്നീട് പുറത്തിറങ്ങും. വാർഡ് മെമ്പർമാർ, കൌൺസിലർമാർ അല്ലെങ്കിൽ ഔദ്യോഗിക അറിയിപ്പുകൾ വഴി ബാങ്ക് വിവരങ്ങൾ നൽകേണ്ട സമയത്തെക്കുറിച്ച് ഗുണഭോക്താക്കളെ പിന്നീട് അറിയിക്കുന്നതാണ്. സഹകരണ ബാങ്ക് ജീവനക്കാർക്ക് വിതരണ ചുമതല വഴി ലഭിച്ചിരുന്ന ഇൻസെന്റീവുകളിൽ കുറവ് വരുത്തുവാനും സാങ്കേതികമായി തുക കൈമാറ്റം സുതാര്യമാക്കുവാനും ഈ മാറ്റത്തിലൂടെ സാധിക്കും. ഈ വിഷയത്തിൽ കൂടുതൽ വിശദാംശങ്ങളും അന്തിമ ഉത്തരവുകളും ഉടൻ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഓണത്തിനു ശേഷം പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.